ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇളം ചൂടുവെള്ളം കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ കേട്ടോ. ഇളം ചൂടുവെള്ളമാണെങ്കിൽ നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. പച്ചവെള്ളം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോഴേക്കും മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും തക്കാളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പച്ചക്കും ചേർക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. കണ്ടോ, ഒന്നങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി അതുപോലെ തന്നെ ഉടഞ്ഞു വരുന്ന രീതിയിലൊന്നും വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വഴറ്റിയത് കഴിക്കാനായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ഗരം മസാലയും. ഇത് കുറച്ചായതുകൊണ്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട കേട്ടോ. ആ പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും തക്കാളിയൊന്നും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടോ, ഈ വലുപ്പത്തിലുള്ളൊരു ബോളാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. കുറച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ബോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന രീതിയിൽ പൊടിയിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇല്ലേ, അത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒരു ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചീസ് ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ചിക്കനോ മീനോ ബീഫോ അങ്ങനെ ഒന്നുമില്ലാതെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഉണ്ടാക്കി കൊടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതാ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഇത് മടക്കിയെടുക്കുന്നത്. പിന്നെ അത് ഒട്ടിച്ചെടുക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ വേവിക്കൊന്നും ചെയ്യാത്ത ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അതങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ ഒട്ടിക്കോളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കിയില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്ക് സവാളയും തക്കാളിയും വെജിറ്റബിൾസും മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫില്ലിങ് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് എണ്ണ ഒന്ന് തൂവിയൊരു തവയിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാൻ, എന്നാലേ ഗോതമ്പ് പൊടിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ തിരിച്ചും മറിച്ചുവിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാൻ ഇപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കിത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് അവർ വന്നിട്ട് ചുട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഉള്ളിലുള്ള ഒരു ചീസൊക്കെ ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചീസ് പുള്ളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ ചുട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഏത് സമയത്തും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതത് ചൂടോടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുറിച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.